സർക്കാർ ഉദ്യോഗസ്ഥർക്കുള്ള മുഖ്യമന്ത്രിയുടെ DA സന്ദേശത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സർക്കാർ വിവരങ്ങൾ ചോർത്തിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം. സ്പ്രിംഗ്ലറിന് സമാനമായ വിവര ചോർച്ച നടന്നുവെന്ന ആരോപണവുമായി NGO അസോസിയേഷനും രംഗത്തെത്തി. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി അത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ്. തന്നെയുമല്ല, ഈ DA ഒക്കെ എത്രയോ കാലം മുമ്പ് കൊടുക്കേണ്ടതായിരുന്നു. ഇതൊന്നും കൊടുക്കാതെ പിടിച്ചുവെച്ച് തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ ഇത് കൊടുത്തുവെന്ന് ഉത്തരവിറക്കി ഓരോ വ്യക്തിക്കും എന്റെ PAക്ക് വരെ കിട്ടി. അവരുടെ വാട്സാപ്പിലേക്ക് ഈ മെസ്സേജ് അയക്കുന്നത് എത്ര വലിയ പാപ്പരത്വമാണ് എന്ന് കാണാം. DA കുടിശ്ശിക ഇത്രത്തോളം കുടിശ്ശിക ഉണ്ടായ ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഒരു മാസത്തെ ശമ്പളം, ഈ മാർച്ച് മാസം ശമ്പളം കൊടുക്കുമ്പോൾ ഇതാ നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരുന്നു എന്ന് പറഞ്ഞ് തരികയാണ്. ഈ ജീവനക്കാരുടെ വിവരങ്ങൾ മുഴുവൻ സ്പാർക്കിൽ നിന്ന് കിട്ടുന്നതാണ്. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി സർക്കാർ വിവരങ്ങൾ ചോർത്തുകയാണ്. ഇത് ജീവനക്കാരിൽ നിന്ന് അവരുടെ പാർക്കിൽ നിന്നുള്ള ഡാറ്റ മോഷണമാണ്. ശരിക്കും അവരുടെ വ്യക്തിപരമായ വിവരങ്ങളടക്കം സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുക. ഇത് IT വകുപ്പിൽ നിന്നും ആണ് ഈ മെസ്സേജ് മുഴുവൻ ജീവനക്കാർക്കും ഇന്ന് കിട്ടിയത്. വ്യക്തിപരമായ ഡീറ്റെയിൽസ് ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ആദ്യം ചോദ്യം. അതിനിടെ രജിസ്ട്രേഷൻ വകുപ്പിൽ സർക്കാർ ജീവനക്കാരെ ഉപയോഗിച്ച PR വർക്കിന് നീക്കം നടത്തുന്നതിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. ഭരണ നേട്ടങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ മീഡിയ യൂണിറ്റുകൾ രൂപീകരിച്ചു. വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. TV പ്രസാദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. പ്രസാദ്, ആകെ PR എന്നാണോ? മാധു, അത് തന്നെയാണ്. 2 മാസം പോലുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സാമൂഹ്യ മാധ്യമങ്ങളെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. DA കുടിശ്ശിക കൊടുക്കാനുള്ള തീരുമാനം അത് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അവരുടെ ഓഫീസിലെ വെരിഫൈഡ് വാട്സപ്പ് നമ്പറിൽ നിന്നാണ് എല്ലാവർക്കും മെസ്സേജായി പോകുന്നത്. DA കുടിശ്ശികയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റ് സർക്കാരിൻ്റെ നേട്ടങ്ങളും അതുപോലെ തന്നെ മറ്റ് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളും അതിൻ്റെ പിറകിലെല്ലാം അവരുടെ പേര് വെച്ചുകൊണ്ട് അവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള മെസ്സേജുകളാണ് പോകുന്നത്. ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ഒപ്പം സ്പാർക്കിൽ നിന്നുള്ള ഡാറ്റ മോഷണമാണ്, അങ്ങനെയാണ് ഓരോ ആളുടെയും ഫോൺ നമ്പർ എടുക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു. മാത്രവുമല്ല, പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ പോലെ തന്നെ ഇന്നും കൂടുതൽ വാർത്തകൾ വരികയാണ്. ഉറപ്പായും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷം മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ഈ ഡാറ്റ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കടന്നാക്രമിക്കുന്നതാണ് കഴിഞ്ഞ മണിക്കൂർ. DA സന്ദേശവുമായി ബന്ധപ്പെട്ട ഉള്ള പ്രതിഷേധം ഒരു വശത്ത്, അതിനിടയിലാണ് രജിസ്ട്രേഷൻ വകുപ്പിലെ ഈ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നത്.